നമസ്കാരം. ആയുർ റോയൽ ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ചടയമംഗലം പാറ പൊട്ടിക്കൽ വിവാദം തുടരുന്നു. പഞ്ചായത്തിൻ്റെയും ജിയോളജി വകുപ്പിൻ്റെയും അനുമതിയോടുകൂടിയിട്ടാണ് ഈ പാറ പൊട്ടിക്കൽ നടന്നതെന്ന് പരിസരവാസികൾ. ഇവിടെ യാതൊരു തർക്കവും നിലനിൽക്കുന്നില്ല എന്നും പരിസരവാസികൾ. സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണ് ചെയ്യുന്നത്. മൊത്തം ജിയോളജിയുടെ അനുമതി ഉണ്ട്, മനസ്സിലായില്ലേ? അതായത് സർക്കാരിന്റെ ഒരു റോയൽറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞ് പാറയൊക്കെ വരി മാറ്റാൻ പറ്റും, അല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പാറ ഇവിടുന്ന് പുറത്തിറങ്ങാൻ തന്നെ പാസ് ഗവൺമെന്റ് കൊടുക്കും, അനുസരിച്ചേ പറ്റും, അല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർ കുറെ കിടന്ന് അങ്ങനെ നമ്മൾ തൊട്ടപ്പുറത്തിരിക്കുന്ന കണ്ടോട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ പ്രശ്നം നമ്മൾ അറിവില്ല. ഇത് വെടിവെച്ചൊന്നും അല്ല പൊട്ടിക്കുന്നത്, മനസ്സിലായില്ലേ? കെമിക്കൽ ഒഴിച്ച് വളരെ രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റും, സാവകാശത്തിലേ ചെയ്യാൻ പറ്റും. വേറെ പ്രശ്നങ്ങൾ നമ്മുടെ നമുക്കുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പരിസരത്തുള്ള ഞങ്ങൾക്ക് ഒരു പ്രശ്നം അറിയും. ആക്കൽ പ്രദേശത്തെ വഴിവിളക്കുകൾ കണ്ണടച്ചിട്ട് മാസങ്ങൾ. ആക്കൽ ജംഗ്ഷനിൽ നിന്നും സ്കൂൾ വഴി ആക്കൽ കടവിലേക്കുള്ള റോഡിലൂടെ ഞങ്ങൾ നടത്തിയ ഒരു രാത്രി യാത്രയാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 25ഓളം പോസ്റ്റുകളുള്ള ഈ ഒരു റോഡിൽ കൃത്യമായി പറഞ്ഞാൽ 2 പോസ്റ്റിൽ മാത്രമാണ് വൈദ്യുത വിളക്കുകൾ എരിയുന്നത്. ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ അവസ്ഥയ്ക്ക് അടിയന്തരമായി ഒരു പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആക്കൽ പ്രദേശത്തുള്ള മുഴുവൻ റോഡുകളുടെയും അവസ്ഥ ഇതാണ് എന്ന് ആയുർ റോയൽ ന്യൂസ് വീണ്ടും ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ചടയമംഗലം മണ്ഡലം സമ്പൂർണ്ണ നേതൃയോഗം മണ്ഡലം പ്രസിഡന്റ് ബൈജു ചെറിയവിളനല്ലൂരിൻ്റെ അധ്യക്ഷതയിൽ ചെറിയവിളനല്ലൂർ നീമാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. യോഗത്തിൽ വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി. സമ്പൂർണ്ണ നേതൃയോഗം SC മോർച്ച ജില്ലാ പ്രസിഡന്റ് ബിപിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി പെരപ്പയും സുഭാഷ് സ്വാഗതം പറഞ്ഞു. മണ്ഡലം ജനറൽ സെക്രട്ടറി R. രാജീവ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. വിഭജന ഭീകരതയ്ക്കെതിരെ BJP കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മാസം 14 വൈകുന്നേരം 4 മണിക്ക് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും മൗനജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടയമംഗലം മണ്ഡലത്തിൽ ഒന്നാമതെത്തിയ ബൂത്ത് ഇൻചാർജർ കാളവയൽ വാർഡ് മെമ്പർ D. രമേശൻ, വെളുന്നല്ലൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് TK ജ്യോതിദാസ് എന്നിവരെ ഷാൾ അണിയിച്ച് അഭിനന്ദിച്ചു. ഇൻചാർജ് ഉപരി കാര്യകർത്താക്കൾ പങ്കെടുത്ത യോഗത്തിന് മണ്ഡലം സെക്രട്ടറി ഗീത രാധാകൃഷ്ണൻ നന്ദി അറിയിച്ചു. ചടയമംഗലത്ത് മാരക മയക്കുമരുന്നുകളുമായി ആസാം സ്വദേശി അറസ്റ്റിൽ. ചടയമംഗലം ജഡായു ജംഗ്ഷനിൽ ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് AK നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 700 മില്ലിഗ്രാം ഹെറോയിൻ, 5 ഗ്രാം കഞ്ചാവ് എന്നിവയുമായി ആസാം സ്വദേശിയായ റഫീഖുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തു. എക്സൈസ് ഓഫീസർമാരായ AN ഷാനവാസ്, പ്രിവൻറ്റീവ് ഓഫീസർ TT ബിനേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈജു A, മാസ്റ്റർ ചന്തു, ജയേഷ് KG, WCO ലിജി, ഡ്രൈവർ സാബു എന്നിവരടങ്ങുന്ന എക്സൈസ് സംഘമാണ് ആസാം സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആസാം സ്വദേശിയെ റിമാൻഡ് ചെയ്തു. ചടയമംഗലം പള്ളിക്കൽ റോഡിൽ മാടനടയ്ക്ക് സമീപം വൈദ്യുതി പോസ്റ്റിലേക്ക് വാഹനം ഇടിച്ചു കയറി അപകടം. ഇന്നലെ വൈകുന്നേരം 3 മണിക്കാണ് അപകടമുണ്ടായത്. അപകടത്തിൽ വാഹനത്തിൻ്റെ മുൻഭാഗം തകരുകയും പോസ്റ്റ് 3 കഷണമായി ഒടിയുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്ന് പറയുന്നു. വാഹനത്തിൽ യാത്ര ചെയ്തവർ പരിക്കുകളൊന്നുമില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ അവസാനിക്കുന്നില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.